ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ വിശ്വാസികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കി സംസ്ഥാന സർക്കാർ. വിവിധ വകുപ്പുകൾക്കൊപ്പം നഗരസഭയും ചേർന്നാണ് സുരക്ഷയും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കിയത്. ഹരിത പൊങ്കാല എന്ന ആശയം പൂർണ്ണമായും നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. പൊങ്കാലയർപ്പിക്കാൻ ആറ്റുകാലിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുമെന്ന നിഗമനത്തിൽ ദീർഘവീക്ഷണത്തോടെയാണ് സർക്കാർ തയ്യാറെടുത്തത്. ജനങ്ങളുടെ പ്രതികരണത്തിലും പ്രതിഫലിക്കുന്നത് അതുതന്നെ. കുഴപ്പമില്ല, നല്ല ഇടപെടലായിരുന്നു. നല്ല സൗകര്യമൊക്കെ ഞങ്ങൾ വന്നപ്പോഴൊക്കെ സൗകര്യമൊക്കെ ചെയ്തു വെച്ചു. നല്ല ഇതായിരുന്നു. ബസ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. ബസ്സിലാണ് വന്നത്, ബസ്സിൽ തിരിച്ചു പോകും. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും തിരുവനന്തപുരം നഗരത്തിലുമായി 3811 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നു. ഫയർ വുമൺസും ഇത്തവണ പൊങ്കാലയ്ക്ക് സുരക്ഷയൊരുക്കി. 847 ക്യാമറകളും 6 ഡ്രോണുകളും സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇതിനൊപ്പം പൊങ്കാല നടന്ന ഓരോ ഇടങ്ങളിലും ആരോഗ്യവകുപ്പ് മെഡിക്കൽ യൂണിറ്റുകൾ സ്ഥാപിച്ച് പരിശോധനകൾ നടത്തുകയും ചെയ്തു. ആരോഗ്യവകുപ്പ് എല്ലാവിധമായ ക്രമീകരണങ്ങളും പ്രത്യേക ക്ലിനിക്കുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ദേവീക്ഷേത്ര സന്നിധിയിലും പരിസരങ്ങളിലും പ്രത്യേക ക്ലിനിക്കുകളുണ്ട്. അവിടെ എല്ലാം കാരണം ആംബുലൻസുകളെല്ലാം സജ്ജമായിട്ടുണ്ട്. ഹോസ്പിറ്റലുകളെല്ലാം സജ്ജമാണ്. പൊങ്കാല ദിവസം വിശ്വാസികൾക്ക് തിരുവനന്തപുരം നഗരത്തിൽ എത്തുന്നതിനും തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുന്നതിനും 700 ബസ്സുകളാണ് KSRTC ഒരുക്കിയത്. റവന്യൂ, ജല അതോറിറ്റി, ഭക്ഷ്യവകുപ്പ് തുടങ്ങി എല്ലാ വകുപ്പുകൾക്കുമൊപ്പം തിരുവനന്തപുരം നഗരസഭയും ചേർന്നായിരുന്നു സംഘാടനം. പരാതികൾ യാതൊന്നുമില്ലാതെയാണ് ഇത്തവണയും പൊങ്കാല പൂർത്തിയായത്. ഇതിനു പിന്നിൽ സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഇടപെടലാണ്. അടുത്ത പൊങ്കാലയ്ക്കുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.